മുമ്പുണ്ടല്ലോ അമ്മ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി വിളിച്ചാൽ ഒട്ടും ഇഷ്ടമില്ലാണ്ടെയും കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ ആളുടെ കൂടെ പോകുന്നുണ്ടാവുക. ഇന്ന് അമ്മയുടെ 10th ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും കോഴിക്കോടാന്ന് അറിഞ്ഞതും ചാടിക്കയറി ഞാനും ഉണ്ട് അമ്മയെന്ന് പറഞ്ഞു. നിങ്ങളെൻ്റെ ഏജ് ഒന്ന് നോക്കണം, 2-3 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ കല്യാണം. ഇനി ചിലപ്പോൾ ഇതുപോലെ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ടായിരിക്കണം ഞാൻ ചാടിക്കയറി അങ്ങനെ പറഞ്ഞ്. അതെന്തേലും ആവട്ടെ, ഞാൻ കൂടാതെ 2 പിള്ളേർ വേറെ ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും എൻജോയ് ചെയ്യിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം പോയത് കോഴിക്കോടുള്ള റീജിയണൽ സയൻസ് സെൻ്ററിലേക്കായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും ചെറുതിട്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടടാ. പിന്നെ നിങ്ങൾക്ക് ചെറിയ പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ അവരെയും കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇതെല്ലാം അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അകത്ത് മാത്രമല്ല പുറത്തും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷത്തെ അവളെല്ലാവർക്കും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഈ തോണിയൊക്കെ പോകുന്നത് നിങ്ങൾ റീൽസിൽ കണ്ടില്ലേ? ഞാനും അങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ. ബട്ട് കാലാവസ്ഥ നമ്മൾ ചതിച്ചിരിക്കുന്നു ഗായ്സ്. കണ്ടലിൻ്റെ ഉള്ളിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇനി ഈവനിങ് ആവണം വെള്ളമൊക്കെ കയറണമെങ്കിൽ. സോ അതുവരെ നമുക്ക് നിൽക്കാൻ നേരില്ലാത്തതുകൊണ്ട് കുറച്ചെല്ലാം അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും നന്നായിട്ട് പാടുമായിരുന്നു. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടുള്ള ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ കുറച്ച് ഉപ്പിലിട്ടായി കഴിച്ചു. അതിനുശേഷമായിരുന്നു ഈ സ്പീഡ് ബോട്ടിൽ കണ്ടത്. പിന്നെ ഒട്ടും ചിന്തിക്കാണ്ട് തന്നെ അതിലങ്ങ് കയറി. നീന്താനറിയാത്തതുകൊണ്ട് കുറച്ചധികം പേടി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ പാരൻസ് ആരും ഉണ്ടായിരുന്നില്ല, ഒട്ടും അറിയാത്ത ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വന്ന സ്ഥിതിക്ക് ഒരുവിധം എല്ലാത്തിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികളും എന്തെല്ലാം ആഗ്രഹം പറഞ്ഞാൽ നമ്മളതൊക്കെ സഹായിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ അവളുടെ ആഗ്രഹവും നമ്മൾ സഹായിച്ചതിന് ശേഷം നമ്മൾ കോഴിക്കോടിനോട് ബായൊക്കെ പറഞ്ഞു വണ്ടി കയറിയിട്ടുണ്ട്. പിന്നെ വണ്ടി കയറിയതിന് ശേഷം എല്ലാവരും ഫുൾ എനർജിയിൽ ഡാൻസായിരുന്നു കാഴ്ച. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോട്ടയ്ക്കലെത്തി. കോട്ടയ്ക്കൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.